നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് ആദ്യപാദം കഴിഞ്ഞല്ലോ. ഇപ്പോൾ UCL പവർ റാങ്കിങ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. UCLയിൽ കൂടുതൽ കിരീട സാധ്യത ആർക്ക് എന്നുള്ള ചോദ്യം. അപ്പോൾ 24 ടീമുകൾ, അതായത് പ്ലേ ഓഫ് കളിക്കുന്ന ടീമുകളടക്കം 24 ടീമുകളാണ് ഇനിയിപ്പോൾ ഈ കോമ്പറ്റീഷനിൽ ബാക്കിയുള്ളത്. അപ്പോൾ അവരിൽ കൂടുതൽ കിരീട സാധ്യത ആർക്ക്? 24ാമത്തെ പവർ റാങ്കിങ്ങിൽ നിൽക്കുന്ന ടീമിന് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മൾ goal.com പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പവർ റാങ്കിങ് നോക്കുകയാണ്. 24ാം സ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇപ്പോൾ കാണുന്നത് ബ്രസ്റ്റിനാണ്. അവർ 3-0 ആദ്യ പാദത്തിൽ, പ്ലേ ഓഫിൻ്റെ ആദ്യ പാദത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു തിരിച്ചു വരവ് എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 23ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് CP ആണ്. റൂബൻ അമോറിം അവരുടെ കോച്ചായിരുന്ന ഘട്ടത്തിൽ എത്ര മികച്ച രൂപത്തിൽ പോയിരുന്ന ടീമാണെന്ന് നോക്കുക. എന്നാൽ പിന്നീട് അവരാകെ താഴേക്ക് പോകുന്ന കാഴ്ച. ഇപ്പോൾ പ്ലേ ഓഫിൽ 3-0 ബൊറൂസിയ ഡോർട്ട്മുണ്ടിനോട് അവർ പൊട്ടിയിട്ടുണ്ട്. ഇനിയൊരു തിരിച്ചുവരവ് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. സെൽറ്റിക് ആണ് 22ാം സ്ഥാനത്തുള്ളത്. ബയേൺ മ്യൂണിക്കിനോട് അവർ 2-1 തോറ്റിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാം ഇനിയിപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല. ബയേണിന് മേൽ 2ാം പാദത്തിൽ തിരിച്ചു വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. 21ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി. സിറ്റിയെ ഇങ്ങനെ കാണുന്നത് ആരാധകർക്ക് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സ്വന്തം മൈതാനത്ത് അവർ 3-2 അവർ തോറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റയൽ മാഡ്രിഡിനോട് ഇനി ഒറ്റ ഗോളിൻ്റെ അഡ്വാൻറ്റേജ് റയലിനുള്ള ഒക്കെ ശരി തന്നെ. പക്ഷെ ബെർണാബോയിൽ പോയി റയലിനെ വീഴ്ത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് 21ാം സ്ഥാനമാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നൽകുന്നത്. 20ാം സ്ഥാനത്താണ് AS മൊണോക്കോയുള്ളതെങ്കിൽ 19ാം സ്ഥാനത്താണ് PSV ഉള്ളത്. 18ാം റാങ്കാണ് AC മിലാൻ. AC മിലാൻ ആദ്യ പാദം പരാജയപ്പെട്ടിട്ടുണ്ട്. ഫെനൂർദിനോട് 1-0 തോൽവിയാണ്. പക്ഷേ സ്വന്തം മൈതാനത്ത് അവർ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ. 17ാമതാണ് ക്ലബ് ബ്രൂഗെ ഉള്ളത്. അറ്റ്ലാന്റയെ തോൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ ക്ലബ് ബ്രൂഗെ നിൽക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഫെനൂർദ് 16ാം സ്ഥാനത്ത് AC മിലാനെ തോൽപ്പിച്ച് നിൽക്കുന്ന ടീമാണ്. 16ാം സ്ഥാനത്ത് ഫെനൂർദ്. 15ാം സ്ഥാനത്താണ് ഇപ്പോൾ യുവൻഡസ് ഉള്ളതെങ്കിൽ 14ാം സ്ഥാനത്താണ് SL ബെനിഫിക്കയുള്ളത്. 13ാം സ്ഥാനത്ത് അറ്റ്ലാന്റ താഴേക്ക് വീണതാണ്. ഇനി അവർ 2ാം പാദത്തിൽ തിരിച്ചടിച്ച് വിജയിച്ചേറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ നിൽക്കുന്നു. 12ാമത് ലില്ലിയോ SC. 11 ബൊറൂസിയ ഡോർട്ട്മുണ്ട്. തകർപ്പൻ ജയം പ്ലേ ഓഫ് ആദ്യഘട്ടത്തിൽ അവർ നേടിയിട്ടുണ്ട്. 10ാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല. ഓൾറെഡി അവർ റൗണ്ട് ഓഫ് 16 ആഴ്സണൽ 9ാം സ്ഥാനത്ത്. ഓൾറെഡി അവർ റൗണ്ട് ഓഫ് 16 8ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജെർമൻ. എന്തൊരു പ്രകടനമാണ് ഇപ്പോൾ ഒസ്മാൻ ഡംബലെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മികവിൽ അവർ ഏതായാലും പ്ലേ ഓഫ് ആദ്യ ഘട്ടം 3-0 വിജയിച്ചതാണ്. അപ്പോൾ അത് 2ാം പാദത്തിലും അവർ തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ. 7ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ്. പ്ലേ ഓഫിലാണ് ഉള്ളതെങ്കിലും റയൽ ജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ നിൽക്കുന്നു. 6ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക്. 5ാം സ്ഥാനത്ത് ബയർ ലെവർക്യൂസൺ. അവർ ഇപ്പോൾ റൗണ്ട് ഓഫ് 16 4ാം സ്ഥാനത്ത് ഇന്റർ മിലാൻ. ഓൾറെഡി റൗണ്ട് ഓഫ് 16 3ാമതാണ് പവർ റാങ്കിങ്ങിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഉള്ളത്. റൗണ്ട് ഓഫ് 16 ഉറപ്പിച്ച ടീമാണ്. FC ബാഴ്സലോണ ഈ പറഞ്ഞ പോലെ റൗണ്ട് ഓഫ് 16 ഉറപ്പിച്ച് മുന്നോട്ട് പോയി വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള ടീമുകളിൽ 2ാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പവർ റാങ്കിൽ അവരെ കൊടുക്കുന്നെങ്കിൽ 1ാമത് അത് ലിവർപൂളാണ്. എന്തൊരു പ്രകടനമാണ് അവർ ലീഗ് ഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. പ്രീമിയർ ലീഗിലും അവരത് തുടരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും അധികം കിരീട സാധ്യത പവർ റാങ്കിൽ 1ാം സ്ഥാനത്ത് ലിവർപൂൾ. നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.